പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം 21 അധ്യായം 1 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം ലേവ്യരുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ എലെയാസാരിൻ്റെയും നൂൻ്റെ മകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു. കനാൻ ദേശത്ത് ശീലോവിൽ വെച്ച് അവരോട്, യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശെ മുഖാന്തരം കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാറെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തിൽ നിന്ന് യഹോവയുടെ കൽപ്പനപ്രകാരം ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു. കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് വന്ന നറുക്കുപ്രകാരം ലേവ്യരിൽ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് യഹൂദാ ഗോത്രത്തിലും ശിമയോൻ ഗോത്രത്തിലും ബെന്യാമീൻ ഗോത്രത്തിലും കൂടെ 13 പട്ടണം കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കൾക്ക് എഫ്രൈം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശ്ശെയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 10 പട്ടണം കിട്ടി. ഗേർശോന്റെ മക്കൾക്ക് ഇസാഖാർ ഗോത്രത്തിലും ആശേർ ഗോത്രത്തിലും നഫ്താലി ഗോത്രത്തിലും ബാശാനിലെ മനശ്ശെയുടെ പാതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 13 പട്ടണം കിട്ടി. മെരാരിയുടെ മക്കൾക്ക് കുടുംബം കുടുംബമായി രൂബേൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലൂൻ ഗോത്രത്തിലും കൂടെ 12 പട്ടണം കിട്ടി. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ലേവ്യർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നറുക്കുപ്രകാരം കൊടുത്തു. അവർ യഹൂദാ മക്കളുടെ ഗോത്രത്തിലും ശിമയോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേർ പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു. അവ ലേവി മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ അഹരോന്റെ മക്കൾക്കു കിട്ടി. അവർക്കായിരുന്നു ഒന്നാമത്തെ നറുക്കു വന്നത്. യഹൂദ മലനാട്ടിൽ അവർ അനാക്കിൻ്റെ അപ്പനായ അർബായുടെ പട്ടണമായ ഹെബ്രോനും അതിനു ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു. എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. ഇങ്ങനെ അവർ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് കൊല ചെയ്തവന് സങ്കേത നഗരമായ ഹെബ്രോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ലിബ്നായും അതിൻ്റെ പുൽപ്പുറങ്ങളും എഥീരും അതിൻ്റെ പുൽപ്പുറങ്ങളും എസ്തമോവയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹോലോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ദെബീരും അതിൻ്റെ പുൽപ്പുറങ്ങളും അയീനും അതിൻ്റെ പുൽപ്പുറങ്ങളും യുത്തയും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേത് ഷേമെശും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ ആ 2 ഗോത്രങ്ങളിൽ 9 പട്ടണവും ബെന്യാമിൻ ഗോത്രത്തിൽ ഗിബയോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗേബയും അതിൻ്റെ പുൽപ്പുറങ്ങളും അനാഥോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും അൽമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും കൊടുത്തു. അഹരോന്റെ മക്കളായ പുരോഹിതന്മാർക്ക് എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കളായ ലേവ്യർക്ക് കെഹാത്യ കുടുംബങ്ങൾക്കു തന്നെ നറുക്കുപ്രകാരം കിട്ടിയ പട്ടണങ്ങൾ എഫ്രൈം ഗോത്രത്തിലായിരുന്നു. എഫ്രൈം നാട്ടിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ശേഖെമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗേസരും അതിൻ്റെ പുൽപ്പുറങ്ങളും കിബ്സയീമും അതിൻ്റെ പുൽപ്പുറങ്ങളും ബേത് ഹോരോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും ദാൻ ഗോത്രത്തിൽ എൽതെക്കയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗിബ്ബഥോനും അതിൻ്റെ പുൽപ്പുറങ്ങളും അയ്യാലോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗത്ത് റിമ്മോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ താനാക്കും അതിൻ്റെ പുൽപ്പുറങ്ങളും ഗത്ത് റിമ്മോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 2 പട്ടണവും അവർക്ക് കൊടുത്തു. കുടുംബങ്ങൾക്ക് എല്ലാം കൂടി 10 പട്ടണവും അതിൻ്റെ പുൽപ്പുറങ്ങളും കിട്ടി. ലേവ്യരുടെ കുടുംബങ്ങളിൽ ഗേർശോന്റെ മക്കൾക്ക് മനശ്ശെയുടെ പാതി ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ബാശാനിലെ ഗോലാനും അതിൻ്റെ പുൽപ്പുറങ്ങളും ബെയസ്തെരയും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 2 പട്ടണവും ഇസാഖാർ ഗോത്രത്തിൽ കിശ്യോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ദാബരത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും യർമൂത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും ഏൻ ഗന്നീമും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും ആശേർ ഗോത്രത്തിൽ മിശാലും അതിൻ്റെ പുൽപ്പുറങ്ങളും അബ്ദോനും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹെൽക്കത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും രഹോബും അതിൻ്റെ പുൽപ്പുറങ്ങളും ഇങ്ങനെ 4 പട്ടണവും നഫ്താലി ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഗലീലയിലെ കേദശും അതിൻ്റെ പുൽപ്പുറങ്ങളും ഹമ്മോത്ത് ദോരും അതിൻ്റെ പുൽപ്പുറങ്ങളും
കർത്താനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 3 പട്ടണവും കൊടുത്തു. ഗേർശോന്യർക്ക് കുടുംബം കുടുംബമായി എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ശേഷം ലേവ്യരിൽ മെരാര്യ കുടുംബങ്ങൾക്ക് സെബൂലൂൻ ഗോത്രത്തിൽ യൊക്നെയാമും അതിൻ്റെ പുൽപ്പുറങ്ങളും, കർത്തയും അതിൻ്റെ പുൽപ്പുറങ്ങളും, ദിമ്നിയും അതിൻ്റെ പുൽപ്പുറങ്ങളും, നഹലാലും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. രൂബേൻ ഗോത്രത്തിൽ ബേസരും അതിൻ്റെ പുൽപ്പുറങ്ങളും, യഹ്സയും അതിൻ്റെ പുൽപ്പുറങ്ങളും, കേദമോത്തും അതിൻ്റെ പുൽപ്പുറവും, മേഫാത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെ 4 പട്ടണവും. ഗാദ് ഗോത്രത്തിൽ കൊല ചെയ്തവന് സങ്കേത നഗരമായ ഗിലെയാദിലെ രാമോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, മഹനയീമും അതിൻ്റെ പുൽപ്പുറങ്ങളും, എശ്ബോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, യസേരും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഇങ്ങനെയെല്ലാം കൂടി 4 പട്ടണവും കൊടുത്തു. അങ്ങനെ ശേഷം ലേവ്യ കുടുംബങ്ങളായ മെരാര്യർക്ക് നറുക്കുപ്രകാരം കുടുംബം കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ എല്ലാം കൂടി 12 ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി 48 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ഈ പട്ടണങ്ങളിൽ ഓരോന്നിനു ചുറ്റും പുൽപ്പുറങ്ങളുണ്ടായിരുന്നു. ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. യഹോവ ഇസ്രായേലിനു താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കൂടി പാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിലൊന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. പ്രൈസ് ദി ലോർഡ്. വായിച്ച തിരുവചനങ്ങളാൽ കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.